Hi everyone, welcome back. So ഇന്ന് നമ്മൾ റീസണിങ്ങിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്. ആ സീരീസിനെ കംപ്ലീറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ കംപ്ലീറ്റ് ദ സീരീസ് 7, 35, 33, 63, 60, 92. ക്ലിയർ? സോ ഇങ്ങനെയൊരു സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 7 കഴിഞ്ഞ ഉടനെ 35 ആണ് അല്ലേ, ദെൻ പിന്നെ കുറയുന്നു, ദെൻ 63, ദെൻ 63 കമ്പയർ ചെയ്യുമ്പോൾ 60 കുറവാണ്, ദെൻ 92 അങ്ങനെ പോകുന്നു അല്ലേ. സോ ഇങ്ങനെ ഒരു അൺഈവൻ ആയിട്ടുള്ളൊരു സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾട്ടർനേറ്റ് നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൾട്ടർനേറ്റ് നമ്പേഴ്സിനെ എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് ഓർ മൾട്ടിപ്ലിക്കേഷൻ ഓർ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്ന രീതിയിലായിരിക്കും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് ആൾട്ടർനേറ്റീവ് നമ്പേഴ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. സോ ആൾട്ടർനേറ്റീവ് നമ്പേഴ്സ് സെലക്ട് ചെയ്താൽ നമുക്കൊരു പാറ്റേൺ കിട്ടും. സോ ആ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ക്ലിയർ അല്ലേ? സോ 33 മൈനസ് 7 എന്താ? 33 മൈനസ് 7 is 26. Okay, 60 minus 33 is 27. Here 63 minus 35 is 28. 92 minus 63 is 29. Okay, so first and third number തമ്മിലുള്ള difference 26 ആണ്. Third and fifth number 27 ആണ്. So fifth and seventh number തമ്മിലുള്ള difference will be the 26 plus 1 27 plus 1 28. Okay, so 60 plus 28 is 88. So 88 will be our answer. So option C is our answer. Clear അല്ലേ? ഇവിടെ അടുത്ത പാറ്റേൺ അടുത്ത എന്താ വരിക? 92 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ എന്താ വരിക? ഇവിടെ 28 plus 1 29 plus 1 then 30. ഓക്കെ, അതായത് 92 plus 30 ആയിരിക്കും അടുത്ത നമ്പർ. ഓക്കെ, 122. ക്ലിയർ അല്ലേ? സോ +1 എന്നുള്ള പാറ്റേൺ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മേലെയും +1 എന്നുള്ള പാറ്റേൺ 28ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ 26ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് ഡിഫറൻസ് ഉള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഫൈൻഡ് ദ റോങ് നമ്പർ ഇൻ ദ ഫോളോയിങ് സീരീസ്. സോ നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട് 6, 12, 21, 36, 56 ആൻഡ് 81. സോ ഇതിലൊരു നമ്പർ റോങ് ആണ്. സോ ആ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ആദ്യം അതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. 12 minus 6 is 6, 21 minus 12 is 9, 36 minus 21 is 15, 56 minus 36 is 20, 81 minus 56 is 25. സോ നമുക്ക് നോക്കുന്ന സമയത്ത് ഇത് 15, 20, 25 എന്നുള്ള ടേംസിൽ പോകുന്നുണ്ട് അല്ലേ, +5 എന്നുള്ള ടേംസിൽ പോകുന്നുണ്ട് അല്ലേ. സോ ആക്ച്വലി ഈ പാറ്റേൺ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം? ഇത് തമ്മിലുള്ള ഡിഫറൻസ് 10 ആയിരിക്കണം. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 5 ആയിരുന്നെങ്കിൽ ഈ ഒരു പാറ്റേൺ 5, 10, 15, 20, 25 എന്ന് പോയേനെ. ഓക്കെ, സോ ഇവിടെ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് കാണുന്നത് ഈ 3 നമ്പേഴ്സിലാണ്. ഓക്കെ, അതിലും സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ 12ന് പകരം ഒരു നമ്പർ ഇട്ട് കഴിഞ്ഞിട്ടെങ്കിൽ, ഇത് ഫസ്റ്റ് നമ്പറാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് നമ്പറിൽ നിന്ന് ഫസ്റ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല തെറ്റാണെന്ന്. ഓക്കെ, ഫസ്റ്റ് നമ്പറിന് തെറ്റാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. സോ ഫസ്റ്റ് നമ്പർ വിടുക. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇത് നോക്കൂ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 15ഉം 20ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. 20, 25 തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. ഓക്കെ, വേറാസ് 9ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 അല്ല, 6ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 അല്ല. സോ ഈ 3 നമ്പർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ നടുവിലെ 12 റോങ് ആവാനാണ് ചാൻസ് കൂടുതൽ. സോ നമുക്ക് ഫസ്റ്റ് 12ന് പകരം വേറെ എന്ത് നമ്പർ വന്നാൽ ഈ പാറ്റേൺ ശരിയാവും എന്ന് നോക്കാം. അതായത് 5, 10, 15, 20, 25 എന്ന് വരണം എന്നുണ്ടെങ്കിൽ 12ന് പകരം എന്ത് വരണം? 11 വന്നാൽ ശരിയാവുമോ നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് 6 minus 11 അല്ലെങ്കിൽ 11 minus 6 is 5. 21 minus 11 is 10. പാറ്റേൺ കറക്റ്റ് ആയില്ലേ? ദെൻ അങ്ങനെ 15, ഇതിൻ്റെ ഡിഫറൻസ് 20, ഇതിൻ്റെ ഡിഫറൻസ് 25. ഓക്കെ, സോ 5, 10, 15, 20, 25 എന്നുള്ള പാറ്റേൺ കിട്ടിയില്ലേ? സോ 12ന് പകരം 11 ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും?
5, 10, 15, 20, 25 എന്നുള്ള പാറ്റേൺ കിട്ടും. സോ ഇവിടെ റോങ് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. ഒരു 12നെ മാറ്റിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ക്ലിയർ ആയി. ഇതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15, 20, 25 മൂന്ന് സെറ്റ് ക്ലിയർ ആയിട്ടുണ്ട്. ഈ 6 and 9 മാത്രമേ ഉള്ളൂ കൺഫ്യൂഷൻ. സോ 6ഉം 9ഉം ഇടയിൽ വരുന്ന നമ്പർ 12 മാത്രമാണ്. ഓക്കെ, 12ൽ നിന്ന് -6 ചെയ്യുമ്പോഴാണ് 6 കിട്ടുന്നത്. 21ൽ നിന്ന് -12 ചെയ്യുമ്പോഴാണ് 9 കിട്ടുന്നത്. സോ കോമൺ ആയിട്ട് ഇവിടെ വരുന്നത് 12 ആണ്. സോ 12നെ തന്നെ ഫസ്റ്റ് മാറ്റി നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടി. ഓക്കെ, സോ അവർ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി. കറക്റ്റ് ആൻസർ. റോങ് നമ്പർ ഇസ് 12. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. So question number 3, choose the alternative that best replaces the question mark in the given figure. So നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന figure is a magic square. ഇതിന് പറയുന്ന പേരാണ് magic square. Okay, so നമുക്കൊരു magic ചെയ്താൽ ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്ത് മാജിക് ആണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ? സോ നമുക്ക് ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ആണ് അല്ലേ? സോ ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ആണ്. നമുക്ക് ഈ ഒരു സെറ്റ് എന്തോ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് 5നെയും 9നെയും വെച്ച് എന്തോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 56 കിട്ടുക. 4ഉം 7ഉം വെച്ച് എന്തോ ചെയ്യുമ്പോഴാണ് നമുക്ക് 33 കിട്ടുക. അതുപോലെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 6ഉം 11ഉം വെച്ച് എന്ത് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ഇവിടെ ആൻസർ കിട്ടുക എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത് അവിടെ എന്ത് കാൽക്കുലേഷൻ ആണ്, ഈ ഒരു നമ്പേഴ്സിൽ എന്ത് കാൽക്കുലേഷൻ ആണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ നമുക്ക് 6ഉം 11ന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ എന്താ മാജിക് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഈ 7ഉം 4ന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, 7 - 4 ഇസ് എന്താ 3 ആണ് അല്ലേ? 9 - 5 ഇസ് 4. 11 - 6 ഇസ് 5. സോ 3, 4, 5 എന്നുള്ള പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ അതൊരു പാറ്റേൺ കറക്റ്റ് ആയി. ഓക്കെ, അതായത് 3 + 5 - 1 is 4, 4 - 1 is 3 എന്നുള്ള പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എഗെയിൻ ഈ 33 കിട്ടാൻ ഈ 3നെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം ബൈ 11 അല്ലേ? 3 × 11 ചെയ്താൽ 33 കിട്ടുള്ളൂ. സോ ഈ 11 എവിടെ നിന്ന് വന്നു നോക്കൂ. 7 + 4 ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11 കിട്ടും. ക്ലിയർ അല്ലേ? സോ ഈ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്ത ഒരു നമ്പർ കിട്ടും. ഓക്കെ, ഇൻറ്റു ഈ നമ്പറുകൾ തമ്മിൽ മൈനസ് ചെയ്ത ഒരു നമ്പർ കിട്ടും. ആ നമ്പർ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് 7 - 4 3 കിട്ടി. ഓക്കെ, ഇൻറ്റു 7 + 4 എന്താ 11, ദാറ്റ് ഈസ് ഈക്വൽ ടു 33. ക്ലിയർ അല്ലേ? യെസ്, ഇതാണ് ഇവിടെ നടക്കുന്ന മാജിക്. ഓക്കെ, സോ അതേപോലെ നമുക്ക് ഇത് കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? 9 - 5 എന്ത് കിട്ടി? 4 കിട്ടി അല്ലേ? ഇൻറ്റു 9 + 5. 9 + 5 എന്താ? 9 + 5 is 14. സോ 14 × 4 is equal to 56. കിട്ടിയില്ലേ? ഓക്കെ, ഇനി ഫൈനലി നമുക്ക് ഈ ഒരു വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 11 - 6 into 11 + 6. 11 - 6 is 5. 5 into 11 + 6 എന്താ? 17. So 17 into 5 is 85. So this is 85. So option C is our correct answer. Clear അല്ലേ? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിനനുസരിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവിടെ ചെയ്യുന്നത് ഈ നമ്പർ മൈനസ് ചെയ്തു, ദെൻ അതിൻ്റെ അഡീഷൻ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു മാജിക് സ്ക്വയർ ആണത്. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് നമ്പർ വിൽ ബെസ്റ്റ് complete the relationship given below? So 120 and 160 തമ്മിൽ റിലേഷൻ ഉണ്ട്. അതേ റിലേഷൻ ഫോളോ ചെയ്യുന്ന ഈ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം വിത്ത് 288. ഓക്കെ, സോ 120 168 റിലേഷൻ ഉണ്ട്. സോ 288ഉം ഏത് നമ്പർ തമ്മിലുള്ള റിലേഷനാണ് ഇതേപോലെ ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? സോ ഇത് നോക്കുന്ന സമയത്ത് 121 169 289 ഇതൊക്കെ എന്താ? ഇതൊക്കെ സ്ക്വയേഴ്സ് ആണ് അല്ലേ? സോ 121 എന്ന് പറയുന്നത് എന്താ? 11 സ്ക്വയർ ആണ്. 169 എന്ന് പറയുന്നത് എന്താ? 13 സ്ക്വയർ ആണ്.
289 എന്ന് പറയുന്നത് എന്താ 17 സ്ക്വയർ ആണ്. ഓക്കെ, സോ അതിൽ നിന്നൊരു -1 ചെയ്തിരിക്കുകയാണ് അല്ലേ ഈ മേലുള്ളത് അല്ലേ. സോ 11 സ്ക്വയർ ഇസ് 121, 121 -1 ആണ് 120. 13 square is 169, 169 minus 1 ആണ് 168. So 17 square ആണ് 289, 289 minus 1 ആണ് 288. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഏതോ ഒരു സ്ക്വയറിന്റെ -1 ആണ് നമുക്ക് ഇവിടെയുള്ള ആൻസർ എന്ന് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, സോ ഏതിന്റെ സ്ക്വയർ ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ 13, 11, 12, 13. 12 is missing. ഓക്കെ, സോ 17, 18 മിസ്സിംഗ് ആയിരിക്കണം. 19. So 19 square എന്താ 19 square is 361. Okay, -1 is equal to 360. So our answer is 360. Clear അല്ലേ? Option A is our correct answer. Option A is our correct answer, 360. Clear അല്ലേ? Okay, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 5. Put the proper symbols plus, minus, multiplication, division in the blank spaces to fit the equation. So നമുക്ക് ഇവിടെ ഒരു equation തന്നിട്ടുണ്ട്, അതിന്റെ blank spaces തന്നിട്ടുണ്ട്, അതിൽ proper ആയിട്ട് ഈ 4 symbols ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 വരണം, അതാണ് condition. So നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് പോലെ വഴിയുള്ളൂ. ഓക്കെ, സോ 18 ഇതാണ് സെറ്റ്. സോ 18 ഫസ്റ്റ് ഡാഷിൽ +3 ബ്രാക്കറ്റ് ക്ലോസ്ഡ്, അടുത്ത സ്പേസിൽ ഡിവിഷൻ കൊടുക്കുക, അതായത് ഡിവിഷൻ കൊടുക്കുക, ഡിവിഷൻ ഡിവൈഡഡ് ബൈ 7 കൊടുത്തു, then -15, then division 5, division 5. ക്ലിയർ അല്ലേ? സോ ബോർഡ് മാസ് വെച്ച് ചെയ്ത് നോക്കുക, ഇതിൽ നമുക്ക് 0 കിട്ടണം, 0 കിട്ടിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് പോവുക. ഓക്കെ, സോ ഫസ്റ്റ് ബ്രാക്കറ്റിനുള്ളിലുള്ളത് ദാറ്റ് ഈസ് 18, 19, 20, 21 ഡിവൈഡഡ് ബൈ 7 മൈനസ് അടുത്ത ഡിവിഷൻ ചെയ്യുക -15 ഡിവൈഡഡ് ബൈ 5. സോ 3 ടേബിൾ, ഇതും 3 ടേബിൾ, 3 - 3 is equal to 0. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടിയത് കാരണം അവർ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഇനി ബി സി ഡി നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് 0 എന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദിസ് ക്വസ്റ്റ്യൻ statement is given followed by 3 conclusions. Choose the conclusion which best fit logically. Clear അല്ലേ? സോ നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, കൺക്ലൂഷൻസ് 3 തന്നിട്ടുണ്ട്. ഏത് കൺക്ലൂഷൻ ആണ് ഈ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് കൺക്ലൂഷൻ എന്താ, h less than v. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ഇസ് j greater than equal to v greater than e. ഓക്കെ, സോ നമുക്ക് എച്ചും വിയും ലെസ് ദാൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എച്ചും വിയും ലെസ് ദാൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എന്താ, ഇവിടെ h ലെസ് ദാൻ j ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു v ആ തന്നിരിക്കുന്നത്. സോ ഈ രണ്ട് സിമ്പിൾസും ഒത്തുപോവില്ല അല്ലെ, ഇത് ലെസ് ദാനും ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ നമുക്ക് എച്ചും വിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയില്ല. സോ നമുക്ക് കൺക്ലൂഷൻ തെറ്റാന്ന് പറയാം, നമുക്ക് അറിയാത്ത കാരണം ഇറ്റ് ഈസ് അൺഡിഫൈൻഡ് എന്ന് പറയാം. ഓക്കെ, സോ ക്രോസ് ചെയ്യാം. ഓക്കെ, അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്, അടുത്ത കൺക്ലൂഷൻ എന്താ, j ഈസ് ഗ്രേറ്റർ ദാൻ e. ഓക്കെ, സോ j ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു v ഗ്രേറ്റർ ദാൻ e. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ രണ്ടും ഒത്തുപോകുന്ന സിമ്പിൾസ് ആണ്, രണ്ടും ഗ്രേറ്റർ ദാൻ ആണ്, ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഒന്നും ഗ്രേറ്റർ ദാൻ. സോ അത് രണ്ടും ഒത്തുപോകുന്നത് കാരണം നമുക്ക് കൺക്ലൂഷൻ 2 ഫോളോ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, സോ അടുത്ത കൺക്ലൂഷനിലോട്ട് കടക്കാം. കൺക്ലൂഷൻ 3. കൺക്ലൂഷൻ 3 എന്താ, ഒരു മിനിറ്റ്, ഓക്കെ, കൺക്ലൂഷൻ 3 ഈസ് f ഈസ് ലെസ് ദാൻ e. f ഇവിടെ കിടക്കുന്നു, e ഇവിടെ കിടക്കുന്നു. സോ അതിന് നടുവിൽ എന്തൊക്കെയുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ. സോ ഒന്നും ഒത്തുപോവില്ല, കാരണം എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിമ്പിൾസ് ആണ് ആ വഴിയിൽ കൂടെ പോകുന്നത്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിമ്പിൾസിന്റെ വഴി കൂടെയാണ് എഫും ഇയും കടന്നു പോകുന്നത്, കാരണം നമുക്ക് ഇൻഡിറ്റർമൈൻഡ് ആണ്, അൺഡിഫൈൻഡ് ആണെന്ന് പറയാം. ഓക്കെ, സോ കൺക്ലൂഷൻ 3 ഓൾസോ ഡസൻറ്റ് ഫോളോസ്. അപ്പൊ നമ്മുടെ ആൻസർ ഇസ് ഓൺലി കൺക്ലൂഷൻ 2 ഇസ് ട്രൂ. ഓക്കെ, അത് എവിടെ വരുന്നത് നോക്കാം, ഓൺലി കൺക്ലൂഷൻ 1, ഓൺലി കൺക്ലൂഷൻ 2 ഇസ് ട്രൂ. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 7, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. സോ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതായത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് L, Q, O, P, U, S,
TYW and ORT. So അതിൻ്റെ corresponding numbers അത് എഴുതുക. That is L ന് 12, Q ന്റെ corresponding value is 17, O ന്റെ corresponding value is 15, then P ന്റെ corresponding value is 16, U ന്റെ corresponding value 21 and S ന്റെ corresponding value is 19, T ന്റെ 20, Y ന്റെ 25, W ന്റെ 23, O ന്റെ 15, R ന്റെ 18 and T ന്റെ again 20. Okay, so നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സിന് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടാവും. സോ ആ പാറ്റേൺ ഫോളോ ചെയ്യാത്ത ഒരു ആളുണ്ടാവും, അതാണ് ഓഡ് വൺ ഓഫ് ദ സീരീസ്. ഓക്കെ, സോ നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം ആദ്യം. സോ 12 മൈനസ് 17 ഇസ് 5 പ്ലസ് 5 ചെയ്തിരിക്കുകയാണ് ആൻഡ് 17 മൈനസ് 2 ആണ് 15. ക്ലിയർ അല്ലേ? അതേപോലെയാണോ അടുത്തത് നോക്കാം. അതായത് 15 പ്ലസ് 5 is equal to 21. Okay, and 21 minus 2 is 19. അല്ലേ? Again 20 plus 5 is 25. Okay, follow ചെയ്യുന്നുണ്ട്. 25 minus 2 is 23. Okay, so ഈ മൂന്നെണ്ണം കറക്റ്റ് ആണ്. ഈ മൂന്ന് ഓപ്ഷനും കറക്റ്റ് ആയ സ്ഥിതിക്ക് ഇതായിരിക്കണം ഓഡ് വൺ ഔട്ട്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 15 minus 18 എന്താ? പ്ലസ് 3 ആണ് ആൻഡ് ദിസ് ഇസ് പ്ലസ് 2. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓഡ് വൺ ഓഫ് ദിസ് സീരീസ്. ഓക്കെ, സോ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫബറ്റ്സ് ഉടനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8. കംപ്ലീറ്റ് ദ സീരീസ്. ഓക്കെ, നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്, അതിനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അതിൽ 11, 77, 38.5 ആൻഡ് 231. ഓക്കെ, സോ ഇത് ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ഇൻക്രിമെൻ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേം ഇസ് ഇൻക്രിമെൻറ്റിങ്. ഓക്കെ, ദെൻ ഒരു ഡിക്രിമെൻ്റ് വരുന്നുണ്ട്, ദെൻ ഒരു സഡൻ ഇൻക്രിമെൻ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആവാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് തമ്മിൽ എന്താ റിലേഷൻ നോക്കുക. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേം തമ്മിലുള്ള റിലേഷൻ എന്താ? 11 into 7 ആണ് 77. ഓക്കെ, സോ 77ഉം 38.5 തമ്മിലുള്ള റിലേഷൻ എന്താന്ന് നമുക്ക് നോക്കണം. ഓക്കെ, സോ 77 into 5 എന്താ നോക്കാം. ഓക്കെ, പോയിന്റ് നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട. ഇൻറ്റു 5 എന്താ നോക്കുക. സോ 35, 38. ഓക്കെ, 385 വന്നു അല്ലേ? സോ നമുക്കിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ആക്ച്വലി ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 77.5 ആണ് ചെയ്തിരിക്കുന്നത്. സോ 38.5 എന്ന് കിട്ടും. ഓക്കെ, സോ 77 into 0.5. ഓക്കെ, അതായത് ഫസ്റ്റ് വൺ ഇൻറ്റു 7, സെക്കൻഡ് ടേം ഇൻറ്റു 0.5 ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് ടേം എന്താ ചെയ്തിരിക്കുന്നത്? 38.5 ഇൻറ്റു, ഇതൊരു പോയിന്റ് ഇല്ലാത്ത നമ്പറാണ് അല്ലേ, ഡെസിമൽ നമ്പർ അല്ല. ഓക്കെ, ഇതൊരു പോയിന്റ് ഇല്ലാത്ത നമ്പർ ആയത് കാരണം നമുക്ക് ഏതോ ഒരു നമ്പറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 231 കിട്ടണം. ഓക്കെ, സോ വിൽ കൺസിഡർ 6 ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ 7 ആയതുകൊണ്ട് തന്നെ മേ ബി ഓൾട്ടർനേറ്റീവ് നമ്പറിൽ ഇൻറ്റു 6 ആവാം ഒരു കൺക്ലൂഷനിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 0, 3, 48, 49, 50, 51, 18 into 5, 18 plus 5, 18, 19, 20, 21, 20, 23. യെസ്, സോ നമുക്ക് ഈ 0 അല്ല, 0 പോകുമ്പോൾ എങ്ങനെ? ഇവിടെ 0.5 ആയത് കാരണം ഇവിടെ 0.0 പോകുമ്പോൾ നമുക്ക് 231 എന്നുള്ള ആൻസർ കിട്ടും. സോ കറക്റ്റ് ആണ്. അതായത് ഇവിടെ ഇൻറ്റു 7 ആണ് ചെയ്തിരിക്കുന്നത്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ബൈ 6. ഓക്കെ, സോ എഗെയിൻ എന്ത് വരണം? ഇവിടെ 0.5 ആയത് കാരണം ഇവിടെ മേ ബി 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, സോ 231 ഓപ്ഷനിലുണ്ടോ? ഇല്ല അല്ലേ? സോ എഗെയിൻ 0.5 വെച്ചിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ 5, 15, 10, 11, 0.5, 115.5 ഉണ്ടോ?
ഓപ്ഷനിൽ ഉണ്ട് 115.5 ഓപ്ഷനിലുള്ളത് കാരണം എഗെയിൻ ഇവിടെ 0.5 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് 231. ഓക്കെ, സോ 115.5 ഈസ് അവർ ആൻസർ ആൻഡ് ഓപ്ഷൻ സി ഈസ് അവർ കറക്റ്റ് ആൻസർ. സോ ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 7, മൾട്ടിപ്ലിക്കേഷൻ ബൈ 0.5, മൾട്ടിപ്ലിക്കേഷൻ ബൈ 6, മൾട്ടിപ്ലിക്കേഷൻ ബൈ 0.5, എഗെയിൻ എന്ത് വരും മൾട്ടിപ്ലിക്കേഷൻ ബൈ 5, then multiplication by 0.5. ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ 6 ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. സോ 0.5 ഇവിടെ ഉണ്ട്. ഓക്കെ, എഗെയിൻ ഒരു പോയിന്റ് വെച്ചിട്ടായിരിക്കില്ല മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവുക എന്ന് ക്ലിയർ ആണ്, ബിക്കോസ് ഇവിടെ ഡെസിമൽ വാല്യൂസ് ഒന്നും ഇല്ല, ഡെസിമൽ വാല്യൂസ് പോയിട്ടുണ്ട്. സോ ഇത്രയും വലിയ ഈ ഒരു വാല്യൂ വെച്ചിട്ട് 7 ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അതായത് ഈ ഒരു ഇൻറ്റു 7 ഇൻറ്റു 0.5 ഇൻറ്റു 7 ഇൻറ്റു 0.5 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുക. 7 അല്ല എന്നുണ്ടെങ്കിൽ ഇൻറ്റു 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയതിന് ഞാനത് ഫിനിഷ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ഫോളോ ചെയ്യുന്ന പാറ്റേൺ ഇസ് ഇൻറ്റു 7 ഇൻറ്റു 0.5 ഇൻറ്റു 6 ഇൻറ്റു 0.5. ക്ലിയർ അല്ലേ? സോ അവർ ആൻസർ ഇസ് സി 115.5. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ ഫോളോയിങ് സീരീസ്. So 13, 32, 24, 43, 35, dash 46 and 65. ഓക്കെ, ഇതിൽ നമുക്ക് മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കണം. സോ നമുക്ക് ഇതിൻ്റെ പാറ്റേൺ നോക്കുന്ന സമയത്ത് സഡൻ ഇൻക്രീസ് ഓഫ് നമ്പർ, ദെൻ ഡിക്രീസ്, ദെൻ ഇൻക്രീസ്, ഡിക്രീസ്, അങ്ങനെ പോകുന്നത്. സോ ഇങ്ങനെ ഒരു പാറ്റേൺ വരികയാണെങ്കിൽ എന്തായിരിക്കണം, അതൊരു അൺഈവൻ പാറ്റേൺ ആണ്. സോ നമ്മൾ ആൾട്ടർനേറ്റീവ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ആൾട്ടർനേറ്റീവ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് എന്ത് വരിക നോക്കാം. 24 മൈനസ് 13 ഈസ് 11, 35 മൈനസ് 24 ഇസ് 11, അഗെയിൻ 46 മൈനസ് 35 ഈസ് 11. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. 43 മൈനസ് 32 ഈസ് അഗെയിൻ 11 അല്ലേ. ദെൻ ഒരു 11 ഡിഫറൻസ്, അതായത് 43 പ്ലസ് 11 ആയിരിക്കണം ഇവിടെ വരുന്ന ആൻസർ. സോ എന്തായിരിക്കണം, 54 ഓപ്ഷൻ ഉണ്ടോ നോക്കുക. യെസ്, ഓപ്ഷൻ എ ഈസ് 54. സോ അടുത്തത് നോക്കുക. 54 മൈനസ് 65 ഈസ് അഗെയിൻ 11. സോ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഈസ് എന്താ, 11 എന്നുള്ള നമ്പറാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എടുക്കുന്ന സമയത്ത് ഡിഫറൻസ് എല്ലാം 11 തന്നെയാണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ ഇസ് 54, ഓപ്ഷൻ എ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 10. In this question, a statement is given followed by two conclusions. Choose the conclusion which best fit logically. So statement ഇതാണ്, money plays a vital role in our lives. So ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിന് കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആവുന്ന ഒരു കൺക്ലൂഷൻ നമ്മൾ കണ്ടെത്തുക. കൺക്ലൂഷൻ 1 ആണോ 2 ആണോ എന്ന് നമുക്ക് നോക്കാം. മണി പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ അവർ ലൈഫ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മണി എന്ന് പറയുന്ന ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺക്ലൂഷൻ 1. The poor can never become rich. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സ്റ്റേറ്റ്മെന്റിൽ? ഇല്ല, അങ്ങനെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടില്ല. The poor can never become rich എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അതും ഇതും തമ്മിൽ കോൺട്രവേഴ്സിയാണ്, അത് തമ്മിൽ ഒരു ബന്ധവും ഒരു റിലേഷനും ഇല്ല. ഓക്കെ, മണി നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പുവറിനും റിച്ച് ആവാം, can never become rich എന്നൊന്നും സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടില്ല. സോ കൺക്ലൂഷൻ 1 doesn't follows. All the rich men take part in politics. ഒരു ബന്ധമില്ലാത്ത പൊളിറ്റിക്സ് ഇവിടെ കയറി വന്നിട്ടുണ്ട്. സോ എന്തായാലും അതും ബന്ധമില്ല എന്ന് മനസ്സിലായി. ഓക്കെ, സോ രണ്ട് കൺക്ലൂഷനും ഫോളോ ചെയ്യുന്നില്ല. സോ neither conclusion 1 nor conclusion 2 follow. സോ ഓപ്ഷൻ സി ഈസ് അവർ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫ്രം ദ ടോപ്പിക് റീസണിങ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.